അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ 27 ദിവസത്തെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരാൻ 2-3 ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഈ ഹിജ്റ വർഷം നമ്മോട് വിട പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കേണ്ടത് നമുക്ക് അത്യാവശ്യമാണ്. അള്ളാഹു ഈ വർഷത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹുവിൻ്റെ മഹദ് ഫദ്ൽ കൊണ്ട് നമ്മിൽ നിന്ന് സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ സകലമായ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവെ നിന്റെ വിശാലമായ മൗഫിറത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മജ്ലിസ് ആരംഭിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചെല്ലുക, അവസാനം വരെ പങ്കെടുക്കുക. അറിയുന്നവരിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ലൈക്ക് ധാരാളം ആളുകളിലേക്ക് നമ്മുടെ മജ്ലിസ് എത്താൻ ഒരു കാരണമാണ്. എല്ലാവരും സഹകരിക്കണം. അള്ളാഹു നമുക്ക് വലിയ ഖൈർ നൽകട്ടെ. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അള്ളാഹു അവർക്കെല്ലാം എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവേ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഈ സദസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഒരാളെ ഇനി വെറുതെയാക്കല്ല അല്ലാഹ്. ജീവിതത്തിൽ അവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഇന്നത്തെ ദിവസത്തെ മരണപ്പെട്ടു പോയ, മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 27 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. റബ്ബേ, ഞങ്ങൾ ഓതിയ ഫാത്തിഹ സ്വീകരിക്കണേ അല്ലാഹ്. അതിന്റെ സവാബിന്റെ മിസ്ൽ ഇന്നത്തെ ദിവസം മരണപ്പെട്ടു പോയ മുൻകാലങ്ങളിലെ ദുൽഹിജ്ജ 27 മരണപ്പെട്ടവരുമായ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളുടെ അർവാഹിലേക്കും എത്തിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് ആരെല്ലാം മൺമറഞ്ഞിട്ടുണ്ടോ അവിടേക്ക് അർവാഹിലേക്കും എത്തിക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. അവരുടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. സൂറത്തുൽ ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിന് നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഇന്നത്തെ ദിവസത്തിൽ അല്ലാഹുവിൽ നിന്നുള്ള വലിയ ഹിഫ്ള് ലഭിക്കാൻ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തുൽ കുർസി ഒരു തവണ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാഅ വസിഅ കുർസിയ്യുഹുസ് സമാവാതി വൽ അർദ് വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയ്യുൽ അദീം. റബ്ബേ, സ്വീകരിക്കണേ. ആയത്തുൽ കുർസിയുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ശർറിനെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. ഖൈർ ഞങ്ങൾക്ക് നൽകണേ. ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർത്തു തരണേ. ഹലാലായ മുറാദുകൾ പെട്ടെന്ന് ഹാസിലാക്കി തരണേ നാഥാ. പ്രിയപ്പെട്ടവരെ, നമുക്ക് 4 തവണ സൂറത്തുൻ നസ്ർ പാരായണം ചെയ്യാം. ഖുർആൻ മുഴുവനും ഓതിയതിനോട് തുല്യമാണ് 4 തവണ സൂറത്തുൽ നസ്ർ പാരായണം ചെയ്യുന്നത്. അള്ളാന്റെ സഹായം കിട്ടാൻ സഹായകമാകുന്ന സൂറത്തും കൂടിയാണ്. റബ്ബ് നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. ഓതിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ فسبح بحمد ربك واستغفره إنه كان توابا.
സദഖല്ലാഹുൽ അലിയുൽ അദീം. അല്ലാഹുവേ സ്വീകരിക്കണേ. സൂറത്തുൻ നസ്റിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ. വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഓതിയവർക്ക് നൽകുന്ന പ്രതിഫലം ഞങ്ങൾക്ക് ഈ 4 തവണ സൂറത്തുൻ നസ്ർ ഓതിയ കാരണം നൽകണേ അല്ലാ. ദുൽഹിജ്ജ മാസം കൊണ്ടും ഈ വർഷം കൊണ്ട് വിജയിച്ചവർ ഞങ്ങളെ പെടുത്തണേ റബ്ബേ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ അള്ളാഹുവിന്റെ ഹബീബ് തന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും എല്ലാ പ്രാർത്ഥനയും ഉൾപ്പെടുത്താറുണ്ടായിരുന്ന ശ്രേഷ്ഠമായ ഒരു ദുആ ഉണ്ട്. 3 തവണ പ്രാർത്ഥിച്ചോളൂ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. പ്രിയപ്പെട്ടവരെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മാണം പൂർത്തിയായ ശേഷം പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്. റബ്ബേ, ഈ പരിപാടി ഞാൻ ചെയ്ത അമലിൽ നിന്ന് സ്വീകരിക്കണേ. ആ ഒരു പ്രാർത്ഥന നമുക്ക് നടത്താം. നമ്മൾ ചെയ്ത അമലുകൾ അള്ളാഹു കബൂലാക്കട്ടെ. റബ്ബ് കബൂലാക്കിയാലല്ലേ അള്ളാഹു നമ്മുടെ നന്മയുടെ റെക്കോർഡിൽ അത് രേഖപ്പെടുത്തുള്ളൂ. ഓതി ചൊല്ലിക്കോളൂ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് മുഅ്മിനായി മരിക്കണം. മുഅ്മിനായി മരിക്കാൻ ആഗ്രഹിക്കാത്തൊരു മുഅ്മിനായ മനുഷ്യനുണ്ടാവൂല. മുസ്ലിമായി ജീവിച്ചാൽ മാത്രം പോരല്ലോ, മുസ്ലിമായി മരിക്കൂടി ചെയ്താലേ അള്ളാഹിന്റെ സ്വർഗം കിട്ടുള്ളൂ. ആ സ്വർഗം ചോദിച്ചുകൊണ്ട് മുസ്ലിമായി മരിക്കാനുള്ള ഒരു തേട്ടം അള്ളാഹുവിനോട് നമുക്ക് തേടാം. അതിനോടുകൂടെ അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയെ നിവർത്തിക്കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. ചൊല്ലിക്കോളൂ 7 തവണ. اللهم يا ذا الجلال والإكرام أمتنا على دين الإسلام. 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 പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സകീലത്താനി ഫിൽ മീസാൻ. അല്ലാഹുക്ക് വലിയ ഇഷ്ടപ്പെട്ട 2 വാചകം, മീസാനത്തുന്ന തുലാസിൽ വളരെ കനം തൂമുന്ന 2 പദങ്ങൾ, 2 വാചകങ്ങള് പറയാനോ അത് എളുപ്പമാണ്. അങ്ങനത്തെ 2 വാചകങ്ങളായ ആ തസ്ബീഹ് നമുക്ക് 7 തവണ ചൊല്ലാം. റബ്ബേ, ഈ തസ്ബീഹ് ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ അല്ലാ. ഇത് കാരണം ദുനിയാവും ആഖിറവും ഞങ്ങൾക്ക് വിജയത്തിലാക്കി തരണേ. ചൊല്ലിക്കോളൂ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അളീം. 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 ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി. ഇലാഹി അന്ത മഖ്സൂദി വറിളാക മത്ലൂബി.
പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനി നമുക്ക് അഫ്ളലു ദിക്ർ 66 തവണ ചൊല്ലാം. അഫ്ളലു ദിക്ർ നമ്മുടെ നാവ് കൊണ്ട് ഉരുവിടാൻ നമുക്ക് ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖാണ്. അള്ളാഹു അല്ലാതെ യഥാർത്ഥ ഇലാഹില്ല എന്ന് നമ്മൾ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. അള്ളാഹു നമുക്ക് നല്ല ഈമാന് നൽകട്ടെ, തഖ്വ നൽകട്ടെ. വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. നമ്മുടെ പ്രയാസങ്ങൾക്ക് അള്ളാഹു മാറ്റി തരട്ടെ. ചൊല്ലിക്കോളൂ മനസ്സറിഞ്ഞുകൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സ്വീകരിക്കണേ റബ്ബേ. അഫ്ളലു ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഈ ലോകത്തോട് വിട പറയുന്ന ദിവസം തൗഹീദിന്റെ കലിമത്ത് മനസ്സറിഞ്ഞ് ചൊല്ലി സ്വർഗം കണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളേവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, 33 തവണ ഇസ്തിഗ്ഫാർ ചൊല്ലാം. മുറാദുകൾ മനസ്സിൽ കരുതിക്കോളൂ. നമുക്കൊക്കെ ഒരുപാട് മുറാദുള്ളവരാണ്. പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരുപാട് തെറ്റ് ചെയ്തു പോയവരാണ്. അതിനൊക്കെ മാപ്പ് നമുക്ക് അല്ലാഹുവിൽ നിന്ന് ലഭിക്കണം. അതിനൊക്കെയുള്ള ഒറ്റപ്പോം വഴി അത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കലാണ്. മനസ്സറിഞ്ഞ് അല്ലാഹുവേ എനിക്ക് പുറത്ത് തരണേ എന്ന ചിന്തയോടെ ചെല്ലണം. അപ്പോൾ അതിന് പവർ കൂടുതലാണ്. ചൊല്ലിക്കോളൂ 33 തവണ ഇസ്തിഗ്ഫാർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ 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 അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ
അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ അസ്തഗ്ഫിറുല്ലാഹ റബ്ബൽ ബറായ. സ്വീകരിക്കണേ, ഞങ്ങളുടെ തെറ്റുകൾ മാപ്പ് നൽകണേ, ഞങ്ങളുടെ മുറാദുകൾ ഹാസിലാക്കി തരണേ, വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരണേ, റാഹത്ത് ജീവിതത്തിൽ നൽകണേ, എല്ലാ കാര്യത്തിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഹബീബായ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചെല്ലാം. റസൂലുള്ളാഹിന്റെ മേലെ സ്വലാത്ത് ചൊല്ലുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആവേശം നമുക്ക് വരണം. ഹബീബായ തങ്ങളാണല്ലോ നമ്മുടെ എല്ലാത്തിനും കാരണക്കാര്. അവിടത്തോടെ മഹബത്ത് നമ്മുടെ മനസ്സിൽ എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് റബ്ബിന്റെ ഇഷ്ടം നമുക്ക് നേടാം. മനസ്സിന് ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകാൻ വലിയൊരു കാരണമാണ് സ്വലാത്ത്. എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും അതൊരു പ്രതിവിധിയാണ്. സ്വലാത്ത് വർദ്ധിപ്പിച്ചോളൂ, രക്ഷപ്പെടും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ വെച്ചുകൊണ്ട് 33 തവണ നമുക്കിപ്പോ ചെല്ലാം. ചൊല്ലിക്കോളൂ, ഹബീബായ തങ്ങളെ മനസ്സിൽ കരുതിക്കൊണ്ട് റസൂലുള്ളാഹിനോടുള്ള മഹബത്തോടുകൂടി ചൊല്ലിക്കോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الصلاة والسلام عليك يا رحمة للعالمين. 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 خذ بيدي قلت حيرتي أدركني مرادي يا رسول الله. പ്രിയപ്പെട്ടവരെ, ദുആ ചെയ്യുകയാണ്. അല്ലാതെ ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് എഴുതണം. അത് കണ്ടിട്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ ദുആ ചെയ്യേണ്ടതെങ്കിൽ അതിനു വേണ്ടി നമുക്ക് ദുആ നടത്താം.
ദുആക്ക് ഇജാബത്തുള്ളൊരു മജ്ലിസാണ്. നമ്മൾ ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടാണ് നമ്മൾ ദ്വാരക്കുന്നത്. അല്ലാഹു തആല നമുക്ക് കബൂലിയത്ത് നൽകട്ടെ. നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ കമന്റിലൂടെ എഴുതി വിടാവുന്നതാണ്. അല്ലാഹു നമുക്ക് ഇജാബത്ത് നൽകട്ടെ. ആത്മാർത്ഥമായിട്ട് എല്ലാവരും ആമീൻ പറയും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وأصحاب سيدنا محمد. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയതും ചൊല്ലിയതുമൊക്കെ സ്വീകരിക്കണേ. ഹബീബായ തങ്ങളുടെ ഹളറത്തിലേക്ക് അതിന്റെ സവാബിന്റെ മിസിലെത്തിക്കണേ. ലോകത്ത് കഴിഞ്ഞു പോയ എല്ലാ അംബിയ മുർസലീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും അർവാഹിലേക്ക് എത്തിക്കണേ. ഞങ്ങളുടെ ഉസ്താദുമാരെ മശായിഖന്മാരുടെ അർവാഹിലേക്ക് എത്തിക്കണേ. ഈ മാസത്തിൽ മരണപ്പെട്ടു പോയ വഫാത്തായ മഹത്തുക്കളുടെ അർവാഹിലേക്ക് എത്തിക്കണേ. അവരുടെ ഉഹറവിയായ ദറജ ഉയർത്തണേ. അവരുടെ മദദും നുസ്റത്തും ഫൈളും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവരുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഏതൊരു കാര്യം പറഞ്ഞിട്ടാണോ ഉസ്താദേ ദുആ ചെയ്യണേ, ദുആയിൽ ഉൾപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വസിയത്ത് ചെയ്തത് എങ്കിൽ ആ കാര്യം അവർക്ക് ഇനി റാഹത്തിലും വിജയത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങള് വിഷമങ്ങളൊക്കെ മാറ്റി തരണേ. ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ രോഗങ്ങള്, ഞങ്ങളോട് ബന്ധപ്പെട്ടവരുടെ രോഗങ്ങള്, ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ രോഗങ്ങളും നാദാ നീ ഷാഫിയാണ്, കാഫിയാണ്. പൂർണ്ണ ശിഫാ നൽകണേ പടച്ചോനെ. ഞങ്ങൾക്ക് ഇനി ആഫിയത്ത് നൽകണേ, ആരോഗ്യം നൽകണേ അല്ലാ. ആഫിയത്തും ഹിദായത്തും ഞങ്ങൾക്ക് നിലനിർത്തി തരണേ പടച്ചോനെ. ഞങ്ങളെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, വിഷമങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനും ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഒരുപാട് തവണ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളായ മഹാന്മാരെ സന്ദർശിക്കാനും മരണപ്പെട്ടു പോയ വഫാത്തായ മഹത്തുക്കളെ സിയാറത്ത് ചെയ്യാനും അവരെ കാണാനും ഞങ്ങൾക്കൊക്കെ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കി തരണേ. നിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരാളെയും നീ പരാജിതരുടെ ലിസ്റ്റിൽ ചേർക്കല്ല അല്ലാ. റബ്ബേ, ഞങ്ങൾ ഓതിയതിന്റെ ചൊല്ലിയതിന്റെ സവാബിന്റെ മിസ്ല് ഞങ്ങളിൽ നിന്ന് ധാരാളം പേര് മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. അവരുടെ കറുവാഹിലേക്ക് എത്തിക്കണേ. അവരുടെ ഖബർ ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ. അവർക്കും ഞങ്ങൾക്കും നിന്റെ സ്വർഗം നൽകണേ, നരകം ഹറാമാക്കണേ അല്ലാ. واغفر للمؤمنين والمؤمنات والمسلمين والمسلمات آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين آمين.